കോൺഗ്രസ് MLA മാർ രാജിവെച്ച് BJPക്ക് കേവല ഭൂരിപക്ഷമുണ്ടാക്കിയ കർണാടകയുടെ കഥ നോക്കാം. വർഷം 2018. കർണാടകയിലെ ആകെ നിയമസഭാ അംഗങ്ങൾ 224. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 115 MLA മാർ. കോൺഗ്രസ് JDS മുന്നണിക്ക് 115 സീറ്റ്, BJPക്ക് 105 MLA മാർ. അങ്ങനെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 13 കോൺഗ്രസ് MLA മാരും 3 JDS MLA മാരും രാജിവെച്ചു. ഇതെന്താണ് ഇങ്ങനെയൊരു രാജി? അങ്ങനെ രാജിവെച്ചപ്പോൾ നിയമസഭയിലെ അംഗബലം 208. പിന്നെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 105 സീറ്റ്. BJPക്ക് നിലവിലുണ്ടായിരുന്നതും 105 സീറ്റ് തന്നെ. ചെരുപ്പിനനുസരിച്ച് കാല് വെട്ടുക എന്ന് പറയാറില്ലേ, അതുപോലെ BJPക്ക് ഭരിക്കാനായി സഭയിലെ അംഗബലം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു രാജി ഓപ്പറേഷൻ. ഇതാണ് കോൺഗ്രസ്. ഇങ്ങനെയാണ് ഇവരുടെ ശീലം. ഈ കോൺഗ്രസിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും?